പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്താണ്? കോൺഗ്രസിന് ഒറ്റയ്ക്ക് തന്നെ മൃഗീയമായ ഒരു ആധിപത്യം UDF-ൽ കാണാൻ കഴിയുന്നുണ്ട്. 63 MLA-മാരുണ്ട് കോൺഗ്രസിന് എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു ആധിപത്യം ഘടകകക്ഷികൾക്ക് മേൽ അവർ പുലർത്തി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇപ്പോൾ UDF-നുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ പൊട്ടലും ചീറ്റലും പല തരത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെയും പലരുടെയും ഭാഗത്തുനിന്ന് വരുന്നത് നമ്മൾ കണ്ടതാണ്. മാത്യു കുഴൽനാടനൊക്കെ അത് പരസ്യമായി പറഞ്ഞതാണ്. ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ വരണ്ട എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡും ലീഗിനോട് പറയുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിനുള്ള മറുപടി മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിൽ ഒറ്റയ്ക്കൊന്ന് ഭരിച്ച് കാണിക്കട്ടെ എന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞിരിക്കുന്നത്. സമകാലിക മലയാളം മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് PMA സലാമിന്റെ ഈ വെല്ലുവിളി സംഭവിച്ചിരിക്കുന്നത്. ചേതൻ നമ്മളോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ഈ അഭിമുഖത്തിന്റെ PMA സലാമിന്റെ അഭിപ്രായത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി UDF രാഷ്ട്രീയം വരും നാളുകളിൽ എങ്ങനെയൊക്കെ കലങ്ങി മറിയുന്നു എന്നതിന്റെ മറ്റൊരു സൂചന കൂടിയാണ് നമ്മൾ ഈ കണ്ടത്. ചേതൻ, ഗുഡ് മോർണിംഗ്. അതായത് ഇപ്പോൾ തന്നെ 63 MLA-മാരുണ്ട് കോൺഗ്രസിന്. അതിൻ്റെതായ ഒരു ആധിപത്യം, അതിൻ്റെതായ ഒരു അധികാര മനോഭാവം UDF-നുള്ളിൽ അവർ എടുക്കുകയാണോ? നമുക്കറിയാം, കഴിഞ്ഞ തവണയൊക്കെ അവർ ലീഗിൻ്റെയൊക്കെ വലിയ താങ്ങിലാണ് പിടിച്ചു നിന്നത്. എന്നാൽ ഇനി നിങ്ങളെ ഒന്നും ആവശ്യമില്ല, മര്യാദയാണെങ്കിൽ മര്യാദ എന്നൊരു ലൈനിലേക്ക് കോൺഗ്രസ് പോവുകയാണോ? തീർച്ചയായും മനു, ഗുഡ് മോർണിംഗ്. അങ്ങനെ തന്നെ വേണം കാര്യങ്ങളുടെ പോക്ക്. ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ചർച്ച അത് മുന്നണി ബന്ധം ഉലയുന്ന രീതിയിലേക്ക് മാറുന്ന കാഴ്ചയാണ് UDF-ന്റെ അകത്ത് പ്രധാനമായും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മനു, ഇതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയാൽ മോഹൻലാലിൻ്റെ 6-ാം തമ്പുരാൻ സിനിമ, അതായത് അതിൽ വില്ലൻ കഥാപാത്രമായ നരേന്ദ്രപ്രസാദിൻ്റെ ഒരു ഡയലോഗുണ്ട്. കാര്യങ്ങൾ ഞങ്ങളൊരു ട്രസ്റ്റാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ആയിരുന്നു ഇത്രയും കാലം ഒരു ട്രസ്റ്റ്. ആ ഒരു തീരുമാനമായിരുന്നു ഇത്രയും കാലം UDF-ൽ ഉണ്ടായിരുന്നത്. അതായത് ആ 3 പേർ, ആ ട്രസ്റ്റിലുണ്ടായിരുന്ന 3 പേരായിരുന്നു കുഞ്ഞുകുഞ്ഞ്, കുഞ്ഞുമാണി, കുഞ്ഞാപ്പ. ഈ 3 പേരായിരുന്നു UDF-ന്റെ കാര്യങ്ങൾ പൊതുവെ തീരുമാനിച്ചിരുന്നത്. അതായത് ഈ ഉമ്മൻചാണ്ടിയുടെ കയ്യിലേക്ക് UDF-ന്റെ രാഷ്ട്രീയം വന്നത് മുതൽ കൃത്യമായി ഈ മാണിയുമായും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയുമായും കമ്മ്യൂണിക്കേഷൻ ഇത്രയും കാലം UDF സംവിധാനം ചലിച്ചത്. പിന്നീട് അത് ഈ ഉമ്മൻചാണ്ടിയിൽ നിന്ന് മാറി അതിൻ്റെ രാഷ്ട്രീയം, UDF-ന്റെ രാഷ്ട്രീയം VD സതീശനിലേക്ക് എത്തുമ്പോഴും അതിൻ്റെ തുടർച്ച നാം കണ്ടു. KM മാണി പാർട്ടി വിട്ടുപോയി LDF-ലേക്ക് മാറി. പിന്നീട് കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് കുടുംബവുമായും VD സതീശൻ നല്ല രീതിയിലുള്ള ബന്ധം ഈ കഴിഞ്ഞ 5 വർഷക്കാലം പുലർത്തുന്നതും നാം കണ്ടു. ഓരോ കാഴ്ചയിലും അത് തീരുമാനം അവരുമായി ഡിസ്കസ് ചെയ്യുന്നു. അതുമാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമിയെ VD സതീശൻ വെള്ളപൂശുന്നതും ഈ കാലയളവിൽ നമ്മൾ കണ്ടു. ഇതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലാണ് ഇതാ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, തനിച്ച് ഭൂരിപക്ഷം കിട്ടി. ഈ 63 സീറ്റോളം മൃഗീയമായ ഒരു ഭൂരിപക്ഷം തന്നെയാണ് ഈ കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചത്. പക്ഷേ 71 സീറ്റ് വേണം. എങ്കിൽ കൂടി ഘടകകക്ഷികളുടെ സഹായം ഉണ്ടെങ്കിൽ തന്നെ മുന്നണിക്കകത്ത് ഇപ്പോൾ ഒരു നിർണായകമായ ഒരു ശക്തിയായി കോൺഗ്രസ് പാർട്ടി മാറി. അത് മറ്റുള്ള ഘടകകക്ഷികൾക്ക് മേൽ അവർ ആ ആധിപത്യം കാണിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത്. മുസ്ലിം ലീഗ് നേതാവായ PMA സലാമിന് ഇപ്പോൾ തുറന്നു പറയേണ്ട മാനസിക നിലയിലേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവർ 5 വർഷം ഭരിച്ച് കാണിക്കട്ടെ എന്ന വെല്ലുവിളിയാണ് മുസ്ലിം ലീഗ് നേതാവായ PMA സലാം ഇപ്പോൾ നടത്തിയിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം അത് തുടങ്ങിയത് മാത്യു കുഴൽനാടൻ MLA-യിൽ നിന്നാണ്. മാത്യു കുഴൽനാടനാണ് ഈ വിഷയത്തിൽ ആദ്യമായി വെടിപൊട്ടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാം, ഞങ്ങൾക്കറിയാം, അത് മറ്റാരുടെയും സഹായം വേണ്ട എന്ന കാര്യമാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായും ടാർഗറ്റ് ചെയ്തത് മുസ്ലിം ലീഗിനെ തന്നെയാണ്. കാരണം ഈ മുന്നണിക്കകത്തെ ഓരോ കാര്യങ്ങളും നാളിതുവരെയായി തീരുമാനിച്ചത് മുസ്ലിം ലീഗിൻ്റെ ആശീർവാദത്തോടു കൂടിയാണ്. എന്നാൽ ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമില്ല എന്ന പ്രഖ്യാപനം ആദ്യമായി നടത്തിയത് മാത്യു കുഴൽനാടൻ MLA ആണ്. ഇതിൻ്റെ പ്രകമ്പനമാണ് പിന്നീട് ഉണ്ടായത്. അത് കൗണ്ടർ ചെയ്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിൻ്റെ ഈ പ്രഖ്യാപനത്തിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ് കാസർഗോഡ് MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ പുറത്ത് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ഈ പാണക്കാട് കുടുംബത്തിൻ്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് പാണക്കാട് കുടുംബത്തിൻ്റെ ആശീർവാദം ഇല്ലെങ്കിൽ ഇവിടെ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ മത്സരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധിക്ക് വയനാട്ടിൽ MP ആകാൻ സാധിക്കും
സാധിക്കുമോ? ഷാഫി പറമ്പിൽ MP ആവാൻ സാധിക്കുമോ? ഈ വണ്ടൂർ MLA അനിൽകുമാറിന് MLA ആവാൻ സാധിക്കുമോ? തനിക്ക് ഈ കാസർഗോഡ് MP ആയ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവാൻ സാധിക്കുമോ? കാരണം മലബാറിലെ ഈ ഒരു കോൺഗ്രസ് UDF രാഷ്ട്രീയം എന്നത് അത് പൂർണ്ണമായും മുസ്ലിം ലീഗിൽ അധിഷ്ഠിതമായിരിക്കുകയാണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ ഈ സഹായമില്ലെങ്കിൽ കോൺഗ്രസിന് ജയിച്ചു വരാൻ സാധിക്കില്ല. അങ്ങനെ ആണ് മലബാർ പ്രദേശങ്ങളിലെ ഈ UDFൻ്റെ രാഷ്ട്രീയം. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ മാത്യു കൊടുനാടനെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ PMS സലാം ഇത് തുറന്നടിക്കുന്നുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഒരു വാചകമെങ്കിലും PMS സലാമോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ പറയുമെന്ന് ചേതന് തോന്നുന്നുണ്ടോ? അവർക്ക് ധൈര്യമുണ്ടോ ഇതിന്റെ ഭരണത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുക? ഇല്ല, ഇതൊക്കെ ചുമ്മാ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണെന്നേ. ഇതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. കാരണം 10 വർഷം അധികാരമില്ലാതിരുന്നതിന്റെ വേദന എന്താണെന്ന് ലീഗിന് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതങ്ങ് കടന്നു പോകും. അതല്ലാതെ ഇതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകില്ല ചേതൻ, ഒന്നും സംഭവിക്കാൻ പോകില്ല. എത്ര അപമാനം ഉണ്ടായാലും ലീഗ് ഇതേപടി തന്നെ നിൽക്കും. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത്രയുമായി. അത് തീർച്ചയായും. ഇത് ഇപ്പോൾ നമ്മൾ ഈ കാണേണ്ടത് കോൺഗ്രസ് പാർട്ടി ഒരു ലക്ഷ്മണ രേഖ വരയ്ക്കുകയാണ്. കാരണം ഇത്തവണ മുന്നണിയിൽ മൃഗീയ ഭൂരിപക്ഷം ലഭിച്ച സ്ഥിതിക്ക് ഇനി ഭരണകാര്യങ്ങളിലോ മറ്റ് കാര്യങ്ങളിലോ കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിലോ അഭിപ്രായം പറയേണ്ട ഈ 5 വർഷക്കാലം അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന വ്യക്തമായ ഒരു സന്ദേശമാണ് കോൺഗ്രസ് പാർട്ടി ഘടകകക്ഷികൾക്ക് നൽകുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാളിതുവരെ ഓരോ കാര്യങ്ങളും കൂടിയാലോചിച്ച് നടപ്പാക്കുന്ന ഇവർ ഇനി മുതൽ ഈ 5 വർഷക്കാലം ഞങ്ങളുടെ കാര്യം, നിങ്ങളുടെ വകുപ്പും നിങ്ങളുടെ പാർട്ടി കാര്യം മാത്രം നോക്കിയാൽ മതി, ഞങ്ങളുടെ പാർട്ടി പ്രശ്നവും ഞങ്ങളുടെ വകുപ്പും ഞങ്ങൾ കൃത്യമായി നോക്കിക്കൊള്ളാം എന്ന സന്ദേശമാണ്. അത് തുടക്കം മുതൽ തന്നെ മുസ്ലിം ലീഗിന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ മാത്യു കൊടുനാടൻ്റെയും അതുപോലെ തന്നെ ഇത്തരം പ്രസ്താവനകൾ. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തി തന്നെ പുകയാണ്. നേരത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാത്തൊരു സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ സ്റ്റേജ് 1-ൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രസകരമായ ഒരു കമൻറ്റ് കണ്ടു. സ്റ്റേജ് 1-ൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള തല്ലാണെങ്കിൽ സ്റ്റേജ് 2-ൽ നടക്കുന്നത് മന്ത്രിമാർക്ക് വേണ്ടിയുള്ള തല്ലാണെന്നുള്ള രഹസ്യമായി. അതായത് മന്ത്രിമാർക്ക് വേണ്ടിയുള്ള തല്ലിലേക്ക് വരികയാണെങ്കിൽ അവിടെ ലീഗിന്റെ ക്ലെയിം എന്താണ്? അവരുടെ ആവശ്യം എന്താണ്? കൂടുതൽ മന്ത്രിസ്ഥാനം വേണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ, ഉപമുഖ്യമന്ത്രി സ്ഥാനം, ഇതിനെക്കുറിച്ചൊക്കെ PMS സലാം പറയുന്നുണ്ട്. എന്താണ് ആ വിഷയത്തിൽ അവരുടെ നിലപാട്? അല്ല, അത് കഴിഞ്ഞ തവണ 5 മന്ത്രി കസാരകൾ ഉണ്ടായി. അത് ഇത്തവണയും വേണമെന്നാണ്. കൂടാതെ ഉപമുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ള ഒരു മന്ത്രിസ്ഥാനം കൂടി ചോദിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മുഖ്യമന്ത്രിക്കായുള്ള ഈ കസാരയ്ക്ക് വേണ്ടിയുള്ള തല്ല് കഴിയാതെ ഇതൊന്നും ഈ വകുപ്പ് വിഭജനത്തെ പറ്റിയുള്ള ചർച്ചകളിലേക്കൊന്നും കിടക്കാൻ പറ്റാത്ത വലിയൊരു സാഹചര്യമുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതെ നേരെ പോയി കൈ കൊടുത്തത് തമിഴ്നാട്ടിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് DMK ഗുഡ് ബൈ പറഞ്ഞ് നേരെ പോയി ഈ വിജയുടെ കൈ പിടിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. അതാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെയും തീരുമാനം. അതായത് ഇവിടുത്തെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും തീർക്കാതെ മറ്റടുക്കളിൽ പോയി ഇത്തരം വിജയുമായുള്ള ഫോട്ടോഷൂട്ടൊക്കെ രാഹുൽ ഗാന്ധിനെ നമ്മൾ കണ്ടതാണ്. അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് ഈ ഹൈക്കമാൻഡിൻ്റെയും താല്പര്യം എന്നത് വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ എടുത്തു പറയാൻ. മനു.